ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കാന്ത തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായ ആദ്യ ഞായറാഴ്ച കൂടിയാണ് പിന്നിടുന്നത്. സെൽവമണി സെൽവരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണ ദഗപതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോട്ട്സെ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 1,10,00,000 രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,05,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2,15,00,000 സ്വന്തമാക്കിയ ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം 1,85,00,000 രൂപയും രണ്ടാം ദിവസം 2,40,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ 2 ദിവസം കൊണ്ട് 4,25,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 1,05,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 3,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 11,25,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ 5,10,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 16,35,00,000 രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിലൂടെ 1,27,540 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഇന്ത്യയിൽ 84,000 ടിക്കറ്റാണ് ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെട്ടത്. അങ്ങനെ 2,11,000 ടിക്കറ്റാണ് ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കേരളത്തിൽ 1 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കേരളത്തിൽ 3,25,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ഇന്ന് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 5-5.5 കോടി റേഞ്ചിലാണ്. ഇന്ന് സിനിമയുടെ വിദേശ കളക്ഷൻ 2 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച 7-7.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 24 കോടി റേഞ്ചിലാണ് നേടിയെടുക്കാൻ സാധ്യത. കാന്തയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 40 കോടി റേഞ്ചിലാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് DS ഇറെ. ചിത്രം മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയായ 17-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. 16-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 72 ലക്ഷം രൂപയാണ്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 35,10,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 17-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 80-85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 17 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 36 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 79 കോടി റേഞ്ചിലുമാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർപ്പൻ ബുക്കിംഗും കളക്ഷനും നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദേ ദേ പ്യാർ ദേ 2. അൻഷുൽ ശർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവ്ഗൻ, മാധവൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 25,25,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. വിദേശ കളക്ഷനായി 10 കോടി നേടിയെടുത്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് 35,25,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. മൂന്നാം ദിവസം കൂടിയായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 കോടിക്ക് മുകളിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് അങ്ങനെ 60 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 100 കോടി റേഞ്ചിലാണ്. ഗൗതം താണിയിൽ CC നിതിൻ എന്നിങ്ങനെ 2 പേർ ചേർന്ന് സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അതിഭീകര കാമുകൻ. ചിത്രത്തിൽ ലുക്മാൻ നവറാൻ, മനോഹരി ജോയി, ദൃശ്യ രഘുനാഥ്, കാർത്തിക് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 26 ലക്ഷം രൂപയായിരുന്നു. മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 41 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സതീഷ് തൻവി സംവിധാനം ചെയ്ത് നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജോദർ, അനാർക്കലി മരക്കാർ, ആസീസ് നെടുമങ്ങാട്, കിളിപ്പോൾ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ 10-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,38,00,000 രൂപയായിരുന്നു. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലുമാണ്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 തിയേറ്ററിലെത്തിയ ദി പെറ്റി ഡിറ്റക്റ്റീവ് എന്ന സിനിമ 5-ാമത്തെ ഞായറാഴ്ച കൂടിയ 32-ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ സിനിമ 31-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,50,000 രൂപയായിരുന്നു. അങ്ങനെ 31 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 12,08,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 18,10,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.